ഹലോ, അപ്പോൾ മക്കളെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ ഇൻ ദ ഫിഗർ. ഈ ഒരു ഫിഗറിലെ ഏരിയയും പെരിമീറ്ററും കാണണം. ലാസ്റ്റ് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എ സി കാണാനാണ് ഈ ഒരു വികരണം അല്ലേ. അതായത് ഒരു ഡയഗണലാണ് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏരിയയും പെരിമീറ്ററും കിട്ടണം. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, എല്ലാവർക്കും അറിയാം അല്ലേ. ഓക്കെയാണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് √8 ഇൻറ്റു √2 അല്ലേ. √8 ഇൻറ്റു √2. ഇത് നമുക്ക് കോമൺ റൂട്ടിലെടുക്കാം, അതായത് 8 ഇൻറ്റു 2. ഓക്കെ, √16 അല്ലേ. 4 സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. 4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഓക്കെ, 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ പെരിമീറ്റർ ആണ് കാണാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പെരിമീറ്റർ ആണ് അല്ലേ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 സൈഡും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ √8 പ്ലസ് √8 പ്ലസ് √2 പ്ലസ് √2, അതായത് 2√8 പ്ലസ് 2√2. ഓക്കെ, ഇനി √8നെ നമുക്ക് എങ്ങനെ മാറ്റാം? 2 ഇൻറ്റു 4 ഇൻറ്റു 2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. യെസ്, പ്ലസ് 2√2. നോക്കിക്കേ, അതായത് √4 ഇൻറ്റു √2. അപ്പോൾ √4 എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് നമുക്കറിയാം. അതിന് 2 എന്ന് കൊടുക്കുക, ബാക്കി √2 പ്ലസ് 2√2. ഓക്കെ, ഇതിൽ നോക്കിക്കേ, ഈ രണ്ട് ഭാഗത്തും പ്ലസിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും 2√2 കോമൺ ആണ് അല്ലേ. അപ്പോൾ നമുക്കതിനെ ഒന്ന് പുറത്തെടുക്കാം. 2√2 ഇൻറ്റു ഇവിടെ ഇനി ബാക്കി എന്താ ഉള്ളത്? 2 ആണുള്ളത് അല്ലേ. 2 ആണ്, പ്ലസ് ഇവിടെ 1 ആണ്. കണ്ടോ? നോക്കിക്കേ, ശരിക്കും നോക്കിക്കേ, 2√2 കോമൺ ആക്കുമ്പോൾ ഒരു ഭാഗത്ത് 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഇങ്ങനെ വന്നാൽ നോക്കിക്കേ, 2√2 ഇൻറ്റു 2 + 1 3 അല്ലേ. അതായത് 2 ഇൻറ്റു 3 ഇൻറ്റു √2. നോക്കിക്കേ, 6√2 സെൻറ്റിമീറ്റർ. സിമ്പിളായിട്ട് പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് എ സിൻ്റെ ലെങ്ത് ആണ്. അതായത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഇത് അല്ലേ. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് √8 ആണ്, ഇവിടെ √2 ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മായിരിക്കും ഈ ഒരു എ സിയുടെ സ്ക്വയർ അല്ലേ. അതായത് എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, അതായത് √8ൻ്റെ സ്ക്വയർ പ്ലസ് √2ൻ്റെ സ്ക്വയർ അല്ലേ. നമ്മളങ്ങനെ 2 റൂട്ട് വന്നാൽ നമ്മൾ ഈ എസിൻ്റെ ലെങ്ത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മളൊരു ശേഷം പറഞ്ഞു എന്താണ് √(x + y) ആയിരിക്കും എന്നുള്ളത് അല്ലേ. √x-ഉം √y-യും ആണ് 2 സൈഡെങ്കിൽ മറ്റേത് √(x + y) ആയിരിക്കും എന്നുള്ളത് അല്ലേ. എക്സും വൈ എന്ന് പറഞ്ഞാൽ 8ഉം 2ഉം ആണ്. അതായത് ഇവിടെയും ഇങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടും. അതായത് √8² എന്ന് പറഞ്ഞാൽ 8 ആണ്, ഇവിടെ 2 ആണ്. കണ്ടോ? സെയിം 8 + 2 അല്ലേ. √8 + 2. ഇവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടും? എ സിൻ്റെ ലെങ്ത്ത് കിട്ടും. √8 + 2 എന്താണ്? √10 എന്നുള്ളത് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 8 + 2 10. അപ്പോൾ എ സി സ്ക്വയർ 10 ആണെങ്കിൽ എ സി √10. ഇങ്ങനെ 2 ടൈപ്പിലും ചെയ്യാൻ പറ്റും. ഓക്കെ.